കുറേ ഉത്സവത്തിനും വേലയ്ക്കൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് പോയ ഉത്സവത്തിന് ചില കാഴ്ചകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് വേദനിപ്പിച്ചിട്ടോ. എന്താ അറിയില്ല. എന്തായാലും അതെന്താണ് ഏതാണ് എന്നൊക്കെ നമുക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് തുടങ്ങിയാലോ? മോളൊക്കെ സ്കൂൾ വിട്ട് മോന് അംഗനവാടിയിൽ നിന്നൊക്കെ വന്ന ശേഷമാണ് ഞങ്ങൾ ഉത്സവത്തിന് പോകണത് കേട്ടോ. വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഓട്ടോയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. നടക്കാനുള്ള ദൂരമുള്ള ചോദിച്ചാൽ അത്രയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ 4 ആളും കൂടെ ഉത്സവത്തിന് പോയി. അവിടെ എത്തിയപ്പോഴാണെങ്കിലോ അവിടുത്തെ കാഴ്ചകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. കോഴീനെ വെട്ടലും ആടിനെ വെട്ടലും ഒക്കെയാണ് അവിടുത്തെ ആ ഒരു ചടങ്ങുകളും കാര്യങ്ങളും. എത്രയൊക്കെ ആചാരങ്ങളാണ് ഇതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ നമുക്കത് ചില കാര്യങ്ങളോട് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു സംഭവമായി പോയിട്ടത്. കോഴീനെ വെട്ടണ പിന്നെയും കണ്ടു നിൽക്കുക, പക്ഷെ ആടിനെ വെട്ടണത് എൻ്റെ ഭഗവാനെ, ഞാൻ വീഡിയോ ഒക്കെ എടുത്തു, പക്ഷെ ഞാൻ അങ്ങോട്ട് നോക്കിയില്ല എന്നുള്ളൂ. കുറേ കോഴികളുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ വഴിപാടാവും അത്. അപ്പോൾ കോഴീനെ ഒരാൾ കത്തിയിൽ വെച്ച് വെട്ടണ്, അത് പിന്നെ ആൾ കവറിലിട്ട് കൊണ്ടുപോവുക, അങ്ങനെയാണ് കേട്ടോ. കരിങ്കുട്ടി എന്നുള്ള മൂർത്തിക്കാണ് അതൊക്കെ കൊടുക്കുന്നത്, കോഴീനറുത്ത് കൊടുക്കുന്നത്. വിശാലമായിട്ട് കാണാത്ത സ്ഥലം കാണുന്നത്. അങ്ങനെ പിന്നെ ആടിനെ വെട്ടാനായിട്ടോ. അപ്പോൾ ആളുകൾ അതിൻ്റെ ആ ആളുകൾ ഉണ്ടാവില്ലേ, ഒരാടിനൊക്കെ കൊടുന്ന് വെട്ടാനുള്ള ഒരുക്കത്തിലാണ്. എനിക്ക് കണ്ടിട്ട് സഹിക്കണില്ല. നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞങ്ങൾ ഇവിടെ ഈ ഒരു അമ്പലത്തിലാട്ടോ അതുള്ളത്. അങ്ങനെ പിന്നെ ആടിനെ വെട്ടൽ തുടങ്ങിയിട്ടോ. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, അത് ഇടാനും പറ്റൂലല്ലോ നമുക്കതൊന്നും ചിലതൊന്നും. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോരുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിക്കൊന്ന് പോവട്ടെ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നല്ല പരിപാടിയും കണ്ടിട്ടോ. അപ്പോൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. അവിടെ കോമ്പരന്മാർ തുള്ളുന്നുണ്ട്. പോലെ കുറച്ച് ചാട്ടവും ചെണ്ടമേളൊക്കെ കണ്ട് അവിടെ കുറച്ച് നേരം ഒന്ന് നിന്നു. അങ്ങനെ കോമരച്ചാട്ടവും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു ഓല അവസാനിപ്പിക്കാൻ ആ ഒരു മുഹൂർത്തത്തിലേക്കാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ പാടെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാട്ടോ. എവിടെ ചെന്നാലും ഫുഡ് മസ്റ്റാണ്. അമ്പലത്തിലെ ഫുഡ് എങ്ങനെ വെച്ചാലും അതിന് ഭയങ്കര ഒരു ടേസ്റ്റാണല്ലേ. അപ്പോൾ പിന്നെ ആരാ കഴിക്കാതിരിക്കുക. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോകും. സ്റ്റേജിന് മുൻപിലെത്തിയിട്ടോ. ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ പരിപാടി കാണാൻ നിൽക്കും എന്നുള്ളൊരു ഇതിൽ. ബേട്ടൻ പറഞ്ഞു എന്തായാലും കുറച്ച് നേരം പരിപാടി കണ്ടോളിയായിരുന്നു. അപ്പം അങ്ങനെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു. ഒന്നും പ്രതീക്ഷിക്കാതെയാണ് വന്നത്. കാരണം നമ്മൾ പരിപാടിയൊക്കെ കാണുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പോരുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇരിക്കാനുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ അവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇരിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല. പിന്നെ അങ്ങനെ ഇരുന്നു ഞങ്ങളെല്ലാവരും. എന്തായാലും കുറച്ച് ഡാൻസും കാര്യങ്ങളുള്ളൂ കേട്ടോ. കാരണം ആ ഒരു ദേശത്തെ ആ ഒരു പ്രദേശത്തെ കുറച്ച് ആളുകളുടെ പരിപാടി. പിന്നെ അതിന് ശേഷം പിന്നെ വയനാട് നിന്നൊരു ടീം വരുന്നുണ്ട്. അപ്പോൾ ഓരോ പരിപാടികളുള്ളതുകൊണ്ട് ഈ ഒരു അവിടുത്തെ ആളുകളുടെ പരിപാടി കുറവാക്കിയതാവും വേണമെങ്കിൽ. പിന്നെ വയനാട്ടിലത്തെ ടീമുകളെ നാടൻ പാട്ട് സംഘമാണ് കേട്ടോ വയനാട്ടിൽ വന്നിട്ടുള്ളത്. പോലെ മൈക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പം അതിങ്ങനെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ മകനും പരിപാടി കാണാൻ വന്നൊരു കുട്ടിയും കൂടെ നല്ല കളിയാണ്. എന്തൊക്കെ ആ മോള് വെച്ചും കൂട്ടാൻ കളിക്കുകയാണ്. അതിൽ ഞാൻ പറഞ്ഞു എനിക്ക് മന്തിയാണ് വേണ്ടതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഓൻ തന്നെ ഓളെ കൂടെ കളിക്കാൻ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഉണർവ് വയനാട് നാടൻപാട്ട് സംഘത്തിൻ്റെ പരിപാടി സ്റ്റാർട്ടായിട്ടോ. അപ്പം എന്തായാലും പരിപാടി നമുക്കൊന്ന് കണ്ടാലോ. ഒരു പാട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രൂപങ്ങളാട്ടോ. ഇതിന് എന്താ പറയുക എനിക്ക് അറിയുന്നില്ല, അതുകൊണ്ടൊന്നും പറയണില്ല.
തെയ്യങ്ങളൊക്കെ പോലെയുള്ള ഓരോ കോലങ്ങൾ രൂപങ്ങൾ അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ ആണ് തീപ്പന്തൊക്കെ എഴുതിയിട്ട് പിന്നെ ഞങ്ങളിരിക്കുന്ന ആ ഭാഗത്തേക്ക് വരികയാണ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾക്ക് പേടിയുണ്ട്. എൻ്റെ മകന് പേടിയില്ല, മോൾക്ക് നല്ല പേടിയാണ്. ഓള് പേടിച്ച് മുന്നിലിരുന്ന് ഓള് ബാക്കിലെത്തിയിട്ട് കേട്ടോ. അപ്പം നമുക്ക് പോലെ ആ ഒരു പരിപാടി ഒന്ന് കുറച്ചു നേരം കണ്ടാലോ. അവിടെ അത്ര നല്ല നല്ല പരിപാടികൾ നടക്കുക, ഇവിടെ എൻ്റെ മകന് വെച്ചും കൂട്ടാനും കളിക്കുക. എന്താല്ലേ. ഇനിയിപ്പോൾ 2-3 പാട്ടിന് ശേഷം ഒരു രൂപം കൂടി വരുന്നുണ്ട് കേട്ടോ. ആ വരവ് കണ്ടപ്പോൾ തന്നെ മോളൊക്കെ ബാക്കിക്ക് പിന്നെയും പോയിട്ടോ. അങ്ങനെ ഓരോ രൂപങ്ങൾ വരുമ്പോൾ ബാക്കിക്കും പാട്ട് തുടങ്ങുമ്പോൾ മുന്നിക്കും വരും. അത് പോണെങ്കിലും അത് നേരെ വരുന്ന കഴിഞ്ഞ് തേജുവിൻ്റെ അടുത്തേക്ക് കേട്ടോ. ഞങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. എന്താ പാട്ടിനനുസരിച്ച്. പിന്നെ മയിൽപ്പീലിയൊക്കെ തേജുവിൻ്റെ മുഖത്തേക്കൊക്കെ അങ്ങനെ ആക്കുന്നുണ്ട്. നിന്ന് ചിരിക്കുകയാണ്. പക്ഷെ എൻ്റെ അടുത്ത് തന്നെയാണ് അവനിരിക്കണത്. ഓളപ്പം തന്നെ ആൾക്കാരെ കൂട്ടത്തേക്ക് പോയി തല പൂഴ്ത്തി നിൽക്കുക കേട്ടോ. ഓളും ഓളെ ഫ്രണ്ട്സൊക്കെ പേടിച്ച് തല കുമ്പിട്ട് നിൽക്കുകയാണ്. ഇവന് നിന്ന് ചിരിക്കുകയാണ് നിന്നിട്ടോ. അപ്പോൾ ഓന് മറ്റോളോട് പറയുന്നുണ്ട്, ചേച്ചി ഈ പേടിച്ചില്ലേ, ഞാൻ പേടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ അവനി സ്റ്റേജിലേക്ക് പോയി. അതുപോലെ തേജും പോയിട്ടോ. ഇവന് എന്താ പേടിയെന്നോ, ആ തുമ്പത്ത് കൂടെ നിന്നാണ് ചാടുന്നതേ. ഞാനിട്ട് അവളോട് പറഞ്ഞു, പോയി നോക്കോ അവനെ, ചാടുകയാവോ, ഒന്ന് പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞു ഓളെ അങ്ങോട്ട് കയറ്റി വിട്ടതാട്ടോ. ഇവനൊരു കൂസലില്ലാതെ ഓലെ കൂടെ അങ്ങനെ കളിക്കുന്നുണ്ട്, പെരും കളി. പിന്നെ അടുത്ത രൂപങ്ങൾ വരവ് തുടങ്ങിട്ടോ. വീണ്ടും കുട്ടികളൊക്കെ അവിടെ ഡാൻസ് കളിച്ച കുട്ടികളൊക്കെ വേഗം ഓടിപ്പോന്നു കേട്ടോ. അടുത്ത രൂപം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒക്കെ ഓടിപ്പോന്നു. ഞാൻ അതെല്ലാതും കൂടെ നമ്മളെ അടുത്തേക്കിട്ട് വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു 12-12:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പോന്നു കേട്ടോ. നാളെ സ്കൂളും കാര്യങ്ങളൊക്കെ ഇല്ലേ, കുറേ പരിപാടികളുണ്ട്, കണ്ടിട്ട് പോരാനൊന്നും തോന്നണില്ല. പിന്നെ അങ്ങനെ പോന്നു. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.